അഭിജിത്ത്, ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, എക്സ്റേയിൽ എടുത്തപ്പോൾ എല്ലുകൾക്ക് ഒരു വിടവുണ്ടെന്നാണ് പറയുന്നത്. അത് മിക്കവാറും ഒരു വിടവ് വന്നിട്ട് എല്ലുകൾ തമ്മിലൊരു അകൽച്ച വന്നിട്ടുണ്ടാവും. ആ അകൽച്ചയിലൂടെ നോർമലായി ഇരിക്കുന്ന ഡിസ്ക് കൂടുതൽ ബൾജ് ചെയ്തിട്ട് ഞരമ്പുമ്മേ തട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ കുറേ നേരം അടുക്കളയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ദൂരം നടക്കുമ്പോൾ അവർക്ക് അമിതമായ നടുവേദനയും രണ്ട് കാലിലെയും കട്ടുകഴപ്പ് പോലത്തെ ഒരു ഫീലിംഗ് വരുന്നതാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അവർക്ക് ഇരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും, വീണ്ടും അതേ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കാലക്രമേണ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ, ഈ അകൽച്ച കൂടിക്കൂടി പതുക്കെ അത് ഞരമ്പിനെയും ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് മാറാൻ ഇതിൻ്റെ ചികിത്സാ രീതികൾ പലതുമാണ്. അത് ആളുടെ ഏത് പ്രോബ്ലമാണ് അവർക്ക് കൂടുതൽ പ്രോബ്ലമാറ്റിക്, അതായത് അവർ നോർമൽ ലൈഫിന് ഏത് പ്രശ്നമാണ് കൂടുതൽ അലട്ടുന്നത്, അതിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ചികിത്സ രീതിയിൽ. നേരത്തെ പോലെ മരുന്നുകൾ മുതൽ സർജറി വരെ, കീഹോൾ സർജറി വരെ ഇതിന് ചികിത്സാ രീതികളുണ്ട്. അത് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് എക്സാമിൻ ചെയ്തിട്ട് നമുക്കത് ഒരു നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. ചികിത്സ ഉണ്ട്, ഇത് മാറാത്തൊരു അസുഖമൊന്നുമല്ല, ചികിത്സ ഉണ്ട്. ഓരോന്നിനും ഓരോ ചികിത്സയാണ്. അത് രോഗീനെ കാണുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഹസീന, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇതൊരു ഗ്രാജ്വലി ഇവോൾവിങ് പ്രോസസ്സാണ്. ആദ്യം ഒരു ചെറിയ നടുവേദനയിൽ തുടങ്ങി, പിന്നെയുള്ള ബുദ്ധിമുട്ടുകൾ പതുക്കെ കൂടി, പിന്നെ അത് ഞരമ്പുകളിലേക്ക് കംപ്രഷൻ വന്ന് പിന്നെ കിടന്നു പോകുന്നൊരു സ്ഥിതി വരെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് മരുന്നുകളൊക്കെ എടുത്തിട്ട് പതുക്കെ ഇപ്പോൾ റിക്കവറിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡിസ്കിൻ്റെ ബൾജ് അത്യാവശ്യം ഒരു സിഗ്നിഫിക്കൻറ്റ് ബൾജാണ്. അത്രയും സിഗ്നിഫിക്കൻറ്റ് ബൾജായ ഒരു ഡിസ്ക് തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഡിസ്ക് ബൾജ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഡിസ്കിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴാണ്. ഈ വെള്ളം തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഡിസ്ക് ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ അത് നാച്ചുറലി സ്വാഭാവികമായി അതിനായിരിക്കുന്ന സ്പേസിലിരിക്കാൻ പറ്റാതെ അത് പുറകിലേക്ക് തള്ളി വരും. ഒരു ചെറിയ ഡിസ്ക് ബൾജ് ഏതൊരാൾക്കും ആസ് വി ഗ്രോ, അതായത് നമ്മുടെ പ്രായം കൂടുന്നതിന് ചെറിയ ഡിസ്ക് ബൾജുകൾ ഉണ്ടാവും. പക്ഷേ ഒരു ഞരമ്പിൽ അമിതമായ പ്രഷർ വന്ന് നമ്മുടെ രോഗിക്ക് അത് ബുദ്ധിമുട്ടായി കിടപ്പ് എന്നൊരു സ്ഥിതിയിൽ എത്തുന്ന സ്ഥിതിയാണെങ്കിൽ അത് അത്യാവശ്യം ഒരു ഡിസ്ക് ബൾജ് ആയിരിക്കും. അത് തിരിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിൻ്റെ ചികിത്സാ രീതികളും പലതരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആൾക്ക് വൈകല്യങ്ങൾ വലുതായിട്ടൊന്നുമില്ല, വേദന മാത്രമല്ലെങ്കിൽ നമുക്ക് ഓൾവേസ് ഒരു ഇഞ്ചക്ഷൻ തെറാപ്പി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലോക്സ് എന്ന് ഞങ്ങൾ പറയും, ട്രാൻസ്ഫൊറാമിനൽ ബ്ലോക്സ്, എപ്പിഡ്യൂറൽ ബ്ലോക്സ്, കോഡൽ ബ്ലോക്സ്, ഇങ്ങനത്തെ ബ്ലോക്സ് എന്ന് എടുത്ത് സീരിയലി രോഗീനെ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇയർലി MRIസും വേണ്ടി വരും. അതല്ല, ആൾക്ക് ഇപ്പോഴേ കാലിന് ബലക്കുറവ് വന്നു, വൈകല്യങ്ങൾ വന്നു, കാലിൻ്റെ പാദം അനക്കാൻ ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനൊരു സർജറി തന്നെ വേണ്ടി വരും. നസ്രി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡിസ്കിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട് എന്നുള്ളത് ഭയങ്കര വൈഡ് വെറൈറ്റിയാണ്. അത് ചെറിയൊരു ബൾജിൽ തൊട്ടിട്ട് ഒരു മാസീവ് ബൾജ് വരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുപോലെയാണ്. ചെറിയൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് തൊട്ട് അതൊരു സർജറിയിൽ വരെ അവസാനിക്കാം. ഏത് തരം ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ നോക്കി അവരെ ഡീറ്റെയിൽഡായിട്ട് എക്സാമിൻ ചെയ്ത് അവരുടെ പല ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. നസ്രിയിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഫിസിയോതെറാപ്പിയും ബാക്കിൻ്റെ എക്സസൈസ് കൊണ്ട് മാത്രം ഇമ്പ്രൂവ് ആവാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഇതെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് MRയുടെ പടങ്ങളെങ്കിലും ഒന്ന് അയച്ചെന്നാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് അസസ് ചെയ്യാൻ പറ്റും. റിഫാനയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പോഴത്തെ ഈ സിംറ്റംസ് കൊണ്ട് കേട്ട് എനിക്കൊരു ഇത് മൈനർ ഡിസ്ക് ബൾജാണ്. ഈ ചെറിയൊരു ഡിസ്ക് ബൾജ് വരുമ്പോൾ ആ ഭാഗത്തുള്ള മസിൽസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതാണ് പുറത്തേക്ക് പെയിനായിട്ട് പ്രകടനമായി വരുന്നത്. അപ്പോൾ അത് റിഫാനയ്ക്ക് എനിക്ക് തോന്നുന്നു ജസ്റ്റ് വേണ്ടത് കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതായത് നടുവിൻ്റെ കോർ മസിൽസ്, സ്പൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന നടുവിൻ്റെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സ്റ്റൻഷൻ സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രം മതി. വേറെ ഒന്നും വേണ്ട, മരുന്നൊന്നും വേണ്ട. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു MRI റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സിംറ്റം വെച്ചിട്ട് യു ഷുഡ് ബെനിഫിറ്റ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല റിലീഫ് കിട്ടി, അത് നിർത്തരുത്. അത് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യണം. ഡെയിലി ഒരു 1/2 hour to 45 minutes ഇതിൽ സ്പെൻഡ് ചെയ്താൽ ഭാവിയിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഭാവിയിൽ ഒരു സർജറിയോ ഒരു മേജർ പ്രോബ്ലം ഒഴിവാക്കാം.
വേദന ഈ പറഞ്ഞ പോലെ മഹേഷ് ഇതിപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് 60-70% കുറവുണ്ട്, എന്നിട്ടും പൂർണ്ണമായിട്ടും ഈ വേദന മാറില്ലെങ്കിൽ ദെൻ നമുക്ക് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബ്ലോക്സ് ട്രൈ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് നിങ്ങളുടെ നോർമൽ ലൈഫിന് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബൈക്ക് തീരെ ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്സ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ വാട്ട് ഐ വുഡ് അഡ്വൈസ് ഇസ് നമ്മൾ ആ ഭാഗത്തെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക. കൂടാതെ ലോങ് ഡിസ്റ്റൻസ് ബൈക്ക് യാത്രകളൊന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിർത്താമെന്നല്ല, ബ്രേക്സ് എടുക്കുക. ഒരു 1/2 hour to 45 minutes ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി നീട്ട് ഒന്ന് ഈ ഭാഗത്തുള്ള മസിൽസിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ആ ജേണി. അതാണ് വളരെ ഒരു എന്താ പറയുക, ഒരു പ്രിഫേർഡ് ഓപ്ഷൻ ടു പ്രിവെൻറ്റ് ദിസ് മൈനർ പെയിൻ. മനസ്സിലായി? അതല്ല, അതൊരു സിവിയറിറ്റി കൂടി വരികയാണെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് ട്രൈ ചെയ്യേണ്ടി വരും. രഞ്ജിത്ത്, ബെൽറ്റിൻ്റെ ഉപയോഗം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ബെൽറ്റ് അധികകാലം ഒരാൾക്കും അഡ്വൈസ് ചെയ്യാറില്ല. അക്യൂട്ട് പെയിൻ, വളരെ സിവിയറായിട്ട് പെയിൻ വന്നിട്ട് തീരെ ഒരു സ്ലൈറ്റസ്റ്റ് ഓഫ് ദ മൂമെൻറ്റിൽ പോലും പെയിൻ പ്രകടമായി വരുന്നൊരു കണ്ടീഷനാണെങ്കിൽ ആ ഒരു അക്യൂട്ട് ഫേസിൽ ബെൽറ്റ് ഓഫ് കോഴ്സ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മുടെ മൂവ്മെൻറ്റ്സിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അത് മൊത്തമായിട്ട് കെട്ടിയെത്താൽ അത് മൊത്തം മൂവ്മെൻറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ മെഡിസിനൊക്കെ കഴിച്ച് ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പെയിൻ നന്നായി കുറഞ്ഞാൽ പിന്നെ ബെൽറ്റ് ഉപയോഗിക്കരുത്. കാരണം ഈ ബെൽറ്റ് ഇടുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആ ബെൽറ്റ് ഏതൊക്കെ മസിൽസിനെ റാപ്പ് ചെയ്ത് വെക്കുന്നു ആ മസിൽസ് പ്രവർത്തനശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രവർത്തനമില്ല. അത് അട്രോഫി എന്ന് പറയാം. അതായത് നമ്മൾ കുറച്ച് കാലങ്ങൾ നമ്മളിപ്പോൾ മസിൽ ഈ വെയ്റ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ മസിലൊക്കെ ഒരു അതിൻ്റെ ഇത് ടോൺ പോകുന്ന കണ്ടില്ല. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ യൂസ് പോവും. ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ ആ മസിൽസ് വേസ്റ്റായി പോകും. അത് പാടില്ല. അപ്പോൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പെയിൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ബെൽറ്റ് ഒഴിവാക്കുക. ഗോ ടു യുവർ ഫിസിയോതെറാപ്പി, സ്റ്റാർട്ട് യുവർ എക്സസൈസസ്, ഇംപ്രൂവ് യുവർ ബാക്ക് മസിൽസ് ആൻഡ് ദെൻ കണ്ടിന്യൂ. ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു, ഡ്രൈവറാണെന്നാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ എപ്പോഴും കൊടുക്കുന്ന അഡ്വൈസ് ടേക്ക് ബ്രേക്സ്. ഒരു 2 hour അല്ലെങ്കിൽ 1.5 hours കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് യുവർ കാർ, ഒന്ന് റോഡ് സൈഡിലൊന്ന് സ്ട്രെച്ചിങ് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ. ട്രൈ ടു മോഡിഫൈ ദ സീറ്റ് ഓഫ് യുവർ ചെയർ. എപ്പോഴും ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്ന് ഓടിക്കാവുന്ന വിധത്തിൽ നിങ്ങളുടെ സീറ്റിന് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ബാക്ക് മറ്റേ പില്ലോസോ ഇത് വയ്ക്കുക. കഴിയുന്ന നല്ലൊരു ഹൈറ്റിൽ ഇരുത്താൻ നോക്കുക. എപ്പോഴും ഒരു ഹൈറ്റ് കൂടി ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന സീറ്റല്ലാതെ ഒരു ഹൈറ്റ് കൂടിയൊരു സീറ്റിലൊക്കെ അതിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ ഈ സീറ്റിന് വരുത്തേണ്ടി വരും. 8 hours ബെൽറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ലീഡ് ടു ഡിസ്യൂസ് അട്രോഫി. നിങ്ങളുടെ മസിൽസ് ദ്രവിച്ചു പോകും. അത് വേണ്ട. ഓക്കെ, അപ്പോൾ പെയിൻ കഴിഞ്ഞാൽ ബെൽറ്റ് ഒഴിവാക്കാം. ലോങ് ടേം ബെൽറ്റ് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. റിയാസിൻ്റെ ഇപ്പോഴത്തെ ഈ സിംറ്റംസ് വെച്ചിട്ട് ഇതൊരു തുടക്കം ആണെന്നായിട്ട് എനിക്ക് മനസ്സിലാക്കപ്പെടുന്നത്. ബേസിക്കലി ഒരു നമ്മുടെ എല്ലുകൾ പതുക്കെ ഡീജനറേഷനിലേക്ക് ഒരു തുടക്കം പോലെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ ഡിസ്ക് ബൾജസ് ഉണ്ടാവും, എക്സ്റേയിൽ കണ്ട പോലെ തന്നെ. അത് പതുക്കെ നെർവ്സിൽ പ്രസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ കാലിലേക്ക് അറിയുന്ന മരവിപ്പ് പോലത്തെ ഒരു സിംറ്റം വരുന്നത്. ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഈ പെയിൻ ഉള്ളതുകൊണ്ട് നമുക്ക് MRI ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ അത് ചെയ്യാം, അത് കുഴപ്പമില്ല. ഒരു 90-95% ഇത് സിംറ്റംസ് കേട്ടതോളം ഇതൊരു ഫിസിയോതെറാപ്പിയും എക്സസൈസും കൊണ്ട് മാത്രം തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിനൊരു ഫർദർ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വരില്ല. അൺലെസ് MRI ഗിവ്സ് യു സം സർപ്രൈസസ്. അല്ലെങ്കിൽ ഒരു 90-95% ഇത് ഫിസിയോതെറാപ്പിയും എക്സസൈസിലും നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും നാട്ടിൽ വരുമ്പോൾ കാണാം. ഓക്കെ, ശരി. ഫാത്തിമയുടെ MRI റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഡിസ്കിൻ്റെ ബൾജ് കുറച്ച് കൂടുതലായിട്ട് അത് നെർവിനെ പ്രസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു സെൻട്രൽ ഡിസ്ക്, അതായത് ഡിസ്കിൻ്റെ വലിയൊരു ഭാഗം നടുവിൽ കൂടെ, സാധാരണ ഒരു സൈഡിൽ കൂടെ ഒന്ന് ബൾജ് ചെയ്ത് വരിക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് യൂഷ്വലി ഒരു കാലിലേക്കൊക്കെ തരിപ്പ് വരുള്ളൂ. പക്ഷേ ഫാത്തിമയുടെ കാണുന്നത് മൊത്തമായിട്ട് ഡിസ്ക് ഇങ്ങനെ ഫുൾ ഡിസ്ക് ഇസ് പ്രൊട്രൂഡഡ് ആൻഡ് അത് വന്ന് ഡിസ്കിന് 2 സൈഡിലും, അതായത് നെർവിന് 2 സൈഡിലും പ്രസ് ചെയ്യണം. അത് 2 കാലിലും ഒരേപോലെ തരിപ്പും മരവിപ്പും വരുന്നത്. ഈ ഒരു കണ്ടീഷനിൽ മിക്കപ്പോഴും ബാക്ക് പെയിൻ ആവും കൂടുതൽ പ്രിഡോമിനേറ്റിംഗ്. കാലിൻ്റെ തരിപ്പിനേക്കാൾ കൂടുതൽ പ്രിഡോമിനേറ്റിംഗ് ബാക്ക് പെയിൻ ആവും. ഈ ബാക്ക് പെയിനിന് യൂഷ്വലി മെഡിക്കൽ മാനേജ്മെൻറ്റും ഫിസിയോതെറാപ്പി തന്നെ മതിയാവും. നേരെ മറിച്ച്
കാലിലെ പെയിൻ വളരെ ഡോമിനേറ്റിംഗ് ആണ്, ഒരേ സൈഡിലേക്കേ ഉള്ളൂ, അത് വെച്ചിട്ട് തീരെ നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലാണ് നമ്മൾ യൂഷ്വലി സർജിക്കൽ ഇൻഡിക്കേഷൻ പറയുക. പക്ഷേ ഇപ്പോൾ ഫാത്തിമയുടെ MRI അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെ ശരിയാവുന്നത്. കാരണം ഡിഫ്യൂസ് പോസ്റ്റീരിയർ ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഡിസ്ക് ചെറുതായിട്ടൊന്ന് തള്ളി വന്നിരിക്കുകയാണ്. അത് തള്ളി വന്നതിൽ വന്നൊരു ചെറിയൊരു നെർവിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണമാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ. സനീറിൻ്റെ ഈ MRIയിൽ അമിതമായ പെയിൻ ഉണ്ടെങ്കിൽ, അതായത് തീരെ നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാക്ഷനിലോട് ഓക്കെ നമുക്ക് യോജിക്കാം. ബട്ട് എനിക്ക് സമീറിൻ്റെ ഫുള്ള് പിക്ചർ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ MRIയിൽ നല്ല ഡിസ്ക് ബൾജാണോ, അത് സിവിയർലി കംപ്രസിങ് ദ നെർവ് റൂട്ടാണോ, അതെനിക്ക് MRI പടം കണ്ടാലേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ട്രാക്ഷൻ വേണോ വേണ്ടത് അതൊരു ഒരു ഡോക്ടേഴ്സ് ഇൻഡിവിജ്വൽസ് പെർസ്പെക്റ്റീവാണ്. ചില ഡോക്ടർമാർക്ക് നല്ല ട്രാക്ഷൻ ഇട്ടാൽ അവരുടെ എക്സ്പീരിയൻസിൽ നല്ല ബെനിഫിറ്റ് കാണുന്നുണ്ട്. ഞാൻ ട്രാക്ഷന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ കൂടുതലായിട്ടും ഫിസിയോതെറാപ്പിയും പെയിൻ മാനേജ്മെൻറ്റും അതിൽ ശരിയായില്ലെങ്കിൽ ബ്ലോക്സ് ട്രൈ അതിലാണ് എൻ്റെ കൂടുതലൊരു ഞാൻ കണ്ടിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ട്രാക്ഷൻ ഇടാൻ പറ്റും. യൂഷ്വലി ട്രാക്ഷൻ ഇടുന്നത് സിവിയർ പെയിൻ വരുമ്പോഴും നമുക്ക് ആ നെർവ് റൂട്ടിൽ കംപ്രഷൻ കുറച്ചെങ്കിലും ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്തായാലും MRI ഒന്ന് കണ്ടാൽ എനിക്ക് ഫർദറായിട്ട് അത് പറയാൻ പറ്റുള്ളൂ. അക്യൂട്ട് പെയിൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ഇട്ട് കിടക്കാം. അല്ലാതെ ഇത് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഓരോരോ പെയിൻ വരുമ്പോൾ വെയിറ്റ് ഇടുന്നത് ഉചിതമല്ല. അതിന് അതിൻ്റേതായ ചികിത്സാ രീതികളുണ്ട്. അത് ഫിസിയോതെറാപ്പി ആവാം, ഇഞ്ചെക്ഷൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് ഓരോ ആൾക്കാർക്ക് അതിൻ്റേതായി ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അലക്സിൻ്റെ ഈ MRIയിൽ കഴുത്ത് തൊട്ട് താഴെ വരെയുള്ള പല സ്ഥലത്തും ഡിസ്ക് ബൾജ് ഉണ്ട്. പക്ഷേ ഒന്നും അത്ര ഒരു മേജർ ഡിസ്ക് ബൾജസ് അല്ല, ഒരു തുടക്കമാണ്. ചില സ്ഥലത്ത് കുറച്ചൊരു ഡിഫ്യൂസാണ്, ചില സ്ഥലത്ത് പാരാസെൻട്രൽ ഡിസ്ക് ബൾജാണ്, ചില സ്ഥലത്ത് ചെറുതായിട്ട് നെർവിനെ പ്രസ് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് നെർവിനെ പ്രസ് ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടീഷനിൽ ഒരു അക്യൂട്ട് പെയിൻ വരുമ്പോൾ ഒരു 3-4 ഡേയ്സ് പെയിൻ കില്ലേഴ്സ് കഴിച്ചതിന് ശേഷം, വേദന കുറഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പിയും സ്ട്രെങ്തനിങ് അഡ്വൈസസേ ഞാനിതിന് പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് തൽക്കാലം ഒന്നും വേണ്ട. ഓൺലി തിങ് ശ്രദ്ധിക്കുക, ഈ സിംറ്റംസ് കൂടാം ഭാവിയിൽ ആസ് യു ഗ്രോ ഓൾഡർ, ആസ് യുവർ ബോൺ ബിക്കംസ് മോർ ആൻഡ് മോർ വീക്ക്. ഇങ്ങനത്തെ കൂടുതൽ പ്രശ്നങ്ങൾ ഇനിയും നേരിടേണ്ടി വരും. അത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ചികിത്സ വേണം. ഇപ്പോൾ തൽക്കാലം ഇതിനൊരു ഫിസിയോതെറാപ്പിയും എക്സസൈസും മാത്രം മതിയാവും. എപ്പോഴെങ്കിലും ഒരു ബോൺ സ്കാൻ, ബേസിക്കലി നമ്മുടെ ഡെക്സ സ്കാൻ എന്ന് പറയും, നമ്മുടെ മൊത്തം ബോഡിയിൽ കാൽസ്യവും വൈറ്റമിൻ്റെ ഒക്കെ അളവ് എത്രയെന്ന് ഇടയ്ക്കൊക്കെ നോക്കണം. അത് കുറവാണെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡിസ്ക് ബൾജ് എന്തായാലും തിരിച്ചു പോകാൻ പോകുന്നില്ല. ആ ബൾജ് അവിടെ തന്നെ കിടക്കും. നമ്മുടെ നെർവ്സ് അതായിട്ട് അഡാപ്റ്റഡ് ആവും. അതായത് അതിന് വന്നിരിക്കുന്ന ആ ഡാമേജോ അതിന് വന്നിരിക്കുന്ന നീര് പതുക്കെ അത് അഡ്ജസ്റ്റഡ് ആയിട്ട് നമ്മൾ നോർമൽ ഒരു ലൈഫിലേക്ക് നമ്മൾ പതുക്കെ മാറ്റും. നമ്മുടെ ഉദ്ദേശം അത് കൂടുതൽ ഡിസ്ക് ബൾജ് കൂട്ടാതിരിക്കുകയാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ എക്സസൈസും ഈ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ പറയുന്നത്. വീണ്ടും പെയിൻ വരികയാണ്, വീണ്ടും മരുന്നിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജനെ കണ്ട് അതിനൊരു സർജിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ചില പേഷ്യൻസിന് വീണ്ടും ചെയ്യുന്നേക്കാൾ നല്ലത് ഒരു കീ ഹോൾ സർജറിയിലൂടെ ആ ചാടി വന്ന ഡിസ്ക് എടുത്ത് കളയുന്നതാണ്. അപ്പോൾ അത് MRI ആയിട്ട് ഒരു സ്പൈൻ സർജനെ കാണിക്കുന്നത് ഉചിതമായിരിക്കും. മിഥുൻ, ഇതൊരു ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ്, മിക്കവാറും എഴുതിയിരിക്കുന്ന ഡിസ്ക് ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് എന്നാവും. അതിൻ്റെ അർത്ഥം ഡിസ്ക്കും അതിൻ്റെ ചുറ്റുള്ള എല്ല് തേയ്മാനം വന്ന് ആ എല്ലിനൊരു ഡിഫറെൻറ്റ് ഷേപ്പ് വരും, അതിൻ്റെ ഒരു കൂർത്തൊരു സാധനമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനാണ് ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്നത്. അതും ഡിസ്ക്കും കൂടെ വന്നിട്ട് നിങ്ങളുടെ ഞരമ്പിനെ പ്രസ് ചെയ്യുന്നതാണ്. അതാണ് ഡിസ്ക് ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ്. അത് വെച്ചാൽ അത് കൂടുതൽ പ്രഷർ വരുമ്പോൾ ഞരമ്പിൽ കൂടുതൽ കംപ്രഷൻ വരും, ഞരമ്പിൻ്റെ സിംറ്റംസ് കൂടും, അപ്പോൾ നാച്ചുറലി പെയിൻ കൂടും. അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ. ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ല് തേയ്മാനം കൂടിയിട്ട് എല്ലിനൊരു അബ്നോർമൽ ഷേപ്പായിട്ട് വന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. മരുന്ന് കൊണ്ട് മാറാത്തൊരു ബാക്ക് പെയിൻ ആണെങ്കിൽ ഞാൻ ആദ്യം എക്സ്റേ എടുക്കും.
എന്നിട്ട് എക്സ്റേ എടുത്ത് ചെറിയ ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. അതിലും മാറാത്തതാണെങ്കിൽ ഞാൻ MRI ആണ് പറയാറ്. വെയിറ്റ് ഇട്ട് കിടക്കുന്നത് വിത്തൗട്ട് MRI ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. ജോബിൻ ഒരിക്കൽ സർവൈക്കൽ ഡിസ്ക് അതായത് കഴുത്തിൻ്റെ സർജറി കഴിഞ്ഞെന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിംറ്റം കൂടുതലും ജോബിനുള്ളത് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടും കാലിന് ബലക്കുറവാണ്. മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് എത്ര 28 ഇയേഴ്സ് യങ് ഏജ് അല്ലേ? ഏജ് ഇട്ടിട്ട് 28 ഇയർ അല്ല, യങ് ഏജിലൊരാൾക്ക് ഈ യൂറിനറി ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ഒരു MRI എടുത്ത് നോക്കേണ്ടി വരും. കാരണം എവിടെയെങ്കിലും ഡിസ്ക് ബൾജ് വന്നാൽ അത് നിങ്ങളുടെ ഞരമ്പിനെ പ്രസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയാൽ, മൂത്രം അല്ലെങ്കിൽ മലം പോകുന്നതിന് നന്നായിട്ടത് ബാധിക്കുന്ന സ്ഥിതി ആയാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. കാരണം ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് MRI ആണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു ന്യൂറോസ്പൈൻ സർജനെ കണ്ട് MRI എടുത്തിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ. റൗഫിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഡിസ്കിൻ്റെ ഒരു ഭാഗം ചാടി വന്നിട്ട് നിങ്ങളുടെ ഞരമ്പ് പ്രസ് ചെയ്യാന്നാണ്. അപ്പോൾ ആ കാലിലേക്ക്, ഈ നടുന്ന് തുടങ്ങി കാലിലേക്ക് പോകുന്ന വഴിയിൽ എല്ലായിടത്തും തരിപ്പ് മരവിപ്പൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. യൂഷ്വലി ഇത് മെഡിസിൻസിൽ മാറുന്നതാണ്. ഇതിൽ മെഡിസിൻ മാറില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇഞ്ചെക്ഷൻ. ഇഞ്ചെക്ഷനിൽ പെയിൻ ഒരു 60 to 70% റിലീഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രാജ്വലി നിങ്ങൾക്ക് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് മാറാൻ സമയമെടുക്കും. കാരണം ആ നെർവ് ഈ വന്നിരിക്കുന്ന ഡിസ്ക് എന്തായാലും തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ആ വന്ന് ജാമായ ഡിസ്കായിട്ട് നെർവ് പതുക്കെ പൊരുത്തപ്പെട്ട് പോകണം. അത് പൊരുത്തപ്പെട്ട് പോകുന്നതനുസരിച്ചിട്ട് ഈ നംനെസ് മാറും. നംനെസ് മാറുന്നില്ല, പെയിൻ വീണ്ടും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കീ ഹോൾ സർജറി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറി വേണ്ടി വരും. ഓക്കെ, താങ്ക് യു. 4 മാസം മുമ്പ് കീ ഹോൾ ഡിസ്കെക്ടമി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഒരാൾ നല്ല ആക്റ്റീവായിട്ട് ഇപ്പോഴും എക്സസൈസും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഓപ്പറേഷന് മുമ്പ് അതേപോലത്തെ പെയിൻ ഇപ്പോഴും വീണ്ടും വരികയാണെങ്കിൽ യൂഷ്വലി ഒരു MRI ഒന്നും കൂടി എടുത്ത് നോക്കേണ്ടി വരും. ആൻഡ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വല്ല ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഡിസ്കൈറ്റിസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പെയിൻ വീണ്ടും വരാതെ ജോയിൻറ്റ്സിന് വല്ല നീരുണ്ടോ, അതൊക്കെയാണ് അടുത്ത് നോക്കേണ്ടത്. അതിലങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഫെസറ്റ് ബ്ലോക്കിലൂടെ അല്ലെങ്കിൽ ഒരു SI ജോയിൻ ബ്ലോക്കിലൂടെ ചിലപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ദാറ്റ് ഷുഡ് ബി സോൾവ് വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്കൊരു MRI വേണ്ടി വരും. ഷാജു, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇതിൻ്റെ ചിലവ് വരുന്നത് ബേസിക്കലി അതിലിടുന്ന ഇംപ്ലാൻ്റാണ്. ആ ഇംപ്ലാൻ്റ് 10,000 rupees തൊട്ടിട്ട് 1.5 ലക്ഷം വരെയുള്ള ഇംപ്ലാൻ്റ് ഉണ്ട്. പലതിനും പല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ബാക്കി സർജറിക്കൽ കോസ്റ്റും വാർഡ് റേറ്റൊക്കെ ആകുമ്പോൾ ഒരു നാച്ചുറലി ഒരു ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ഒരു 2 day സർജറിക്കൽ പ്രൊസീജിയർ പോലെയാണ്. അതിൻ്റെ കോസ്റ്റിനെ പറ്റി പറയാനൊക്കെ അതിന് ഇവിടുത്തെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരും. ഓക്കെ. ഈ പോസ്റ്റ് ഡെലിവറി നമ്മുടെ ബോഡിയിലെ സ്പൈൻ്റെ ലോഡ് ഒരുപാട് കൂടും, മനസ്സിലായില്ല? ആൻഡ് ഈവൻ ഡ്യൂറിങ് ഡെലിവറി ആൻഡ് പോസ്റ്റ് ഡെലിവറി ഇതെന്ന് നമുക്ക് റിക്കൂപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ബാക്കിൻ്റെ സേക്രോ പെൽവിക് ഏരിയേൻ്റെ എക്സസൈസും നമ്മുടെ ഇലിയാക് ഇതിൻ്റെ അടുത്തുള്ള എക്സസൈസസ് നമ്മൾ ചെയ്തേ പറ്റൂ. സോ ബേസിക്കലി കോൺസെൻട്രേറ്റ് ഓൺ യുവർ ലോ ബാക്ക് എക്സസൈസ് ആൻഡ് കോർ സ്ട്രെങ്തനിങ്, അത് മതിയാവും. പിന്നെ വെയിറ്റ് റിഡക്ഷൻ, ഫ്ലെക്സിബിലിറ്റി കൂട്ടുക, അത് മതിയാവും. അതിൽ ശരിയാവും. ഓക്കെ.